ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഡോക്സ്റ്റയുടെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഒരു കപ്പലിനോട് ഉപമിച്ചാൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കപ്പിത്താന്മാർ. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് അതിൻ്റെ ശക്തി സ്രോതസ്. എപ്പോഴും വിജയചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ആ കപ്പൽ മനോഹരമായ തീരം ചെന്നടുക്കും. മറിച്ച് നിഷേധാത്മകമായ ചിന്തകളാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ, പരാജയ ഭീതിയാണ് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ആ കപ്പൽ കൊടുങ്കാറ്റിലും പേമാരിലും പെട്ട് വട്ടം തിരിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വലിച്ചെറിയുക നിഷേധാത്മകമായ ചിന്തകൾ, ആവശ്യമില്ലാത്ത ഭയപ്പാടുകൾ, ഇതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഡോക്സ്റ്റയോടൊപ്പം മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏവർക്കും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നായ ഇന്ത്യൻ രാഷ്ട്രപതിയെക്കുറിച്ചാണ്. പ്രസിഡൻറ്റ്, രാഷ്ട്രപതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു വിശാലമായ ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം. ഇവിടെ ഇന്ന് ഈ ക്ലാസ്സിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഒരു 12 ആർട്ടിക്കിളുകൾ, അനുച്ഛേദങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 12 അനുച്ഛേദങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കുറേ പ്രാഥമികമായ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ എൻ്റെ ദൗത്യം. അതുമായി ബന്ധപ്പെട്ട വിശാലമായ ടോപ്പിക്കുകൾ 1 by 1 ആയിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് മറ്റ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളുടെ മുമ്പിലെത്തും, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഒരു 12 ഡസൻ ആർട്ടിക്കിളുകളിലൂടെ നമുക്ക് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ കുറേ വസ്തുതകൾ, പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി, ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്നനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം. ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇതാണ് ആദ്യത്തെ ചോദ്യം. 52, ആർട്ടിക്കിൾ 52, 52. ഇന്ത്യൻ ഭരണഘടനയിലെ 52-ാം അനുച്ഛേദത്തിൽ പറയുന്നു ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം. ഇനി ആരാണ് രാഷ്ട്രപതി? ഒരു 3 ചോദ്യങ്ങളുടെ ഉത്തരം ആണ്. ആരാണ് രാഷ്ട്രപതി? ഇന്ത്യയുടെ ഭരണഘടനാ തലവനാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി, സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്. അപ്പോൾ 3 ചോദ്യങ്ങളുടെ ഉത്തരം രാഷ്ട്രപതി. എന്തൊക്കെയാണ് 3 ചോദ്യങ്ങൾ? ഇന്ത്യയുടെ ഭരണഘടനാ തലവനാര്, ഇന്ത്യയുടെ പ്രഥമ പൗരനാര്, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാര്? ഒറ്റ ഉത്തരം, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രപതി നമുക്കുണ്ടായിരിക്കണം എന്നനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? 52-ാം അനുച്ഛേദം. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഒരു രാഷ്ട്രപതി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നത്? റിപ്പബ്ലിക്. അപ്പോൾ റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രാജ്യത്തിൻ്റെ പരമോന്നതമായ സ്ഥാനത്ത് ഒരു പ്രതിനിധിയുള്ള രാഷ്ട്രത്തെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നതമായ സ്ഥാനത്ത് രാഷ്ട്രപതി ഉള്ളതുകൊണ്ട് ഇന്ത്യ എന്ത് തന്നെയാണ്? റിപ്പബ്ലിക് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഇച്ചിരി അധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്ത നോക്കൂ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അത് തൊട്ടടുത്ത അനുച്ഛേദം 53. All the executive powers of union government are vested with the president under article 53. അതുകൊണ്ടാണ് PSC സ്ഥിരമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നത്, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമമാകുന്നത് എപ്പോൾ? രാഷ്ട്രപതി ഒപ്പുവയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമ്പോൾ. അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ അധികാരങ്ങളും രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ 53 ആർട്ടിക്കിളും നിങ്ങൾ പഠിച്ചു. 52, 53. ഓക്കെ അല്ലേ? ഇനി 54, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് 54-ാം വകുപ്പ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അതുമായി ബന്ധപ്പെട്ട് ഇച്ചിരി അധികം ചോദ്യങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? 54-ാം അനുച്ഛേദം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് പഠിക്കുക. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി?
രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഏത് രാജ്യത്തു നിന്ന് കടം വാങ്ങി? അയർലൻഡിൽ നിന്ന് കടം വാങ്ങി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അയർലൻഡിൽ നിന്ന് കടം വാങ്ങി. സുഹൃത്തുക്കളെ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയ 3 കാര്യങ്ങൾ പരീക്ഷകൾക്ക് ആവർത്തിക്കപ്പെടുന്നതായതുകൊണ്ട് അതുകൂടി ഞാൻ പറയാം. മാർഗനിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി, ഇത് 3ഉം കടം വാങ്ങിയത് അയർലൻഡിൽ നിന്നാണ്, മറക്കാതിരിക്കുക. അപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി? അയർലൻഡിൽ നിന്ന് കടം വാങ്ങി. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നതാര് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നതാര്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വളരെ വ്യക്തമായി തന്നെ പഠിച്ചു വയ്ക്കുക. അവിടെ ഒരു ചോദ്യവും കൂടി ഞാൻ അഡീഷണലായിട്ട് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന പ്രധാന തെരഞ്ഞെടുപ്പുകൾ ഏവ? കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടാത്ത തെരഞ്ഞെടുപ്പ് ഏത്? അവിടെ ഉത്തരമായി വന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നിങ്ങൾക്കറിയാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരൊറ്റ റോളേ ഉള്ളൂ എന്നതും ഓർക്കുക. ബാക്കി ഇന്ത്യയിലെ പ്രധാന തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഞാൻ പ്രധാനപ്പെട്ട 5 തെരഞ്ഞെടുപ്പുകൾ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, ലോകസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവസാനം പറഞ്ഞതാണ് നമ്മൾ അപകടത്തിൽപ്പെടുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നതാര്? ഉടൻ നമ്മൾ എഴുതി വയ്ക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതെന്തേ അങ്ങനെ എഴുതി എന്ന് ചോദിച്ചാൽ നമ്മുടെ ന്യായീകരണം എന്തായിരിക്കും? ചോദ്യത്തിൽ സംസ്ഥാനമുണ്ട്, അതുകൊണ്ട് ഉത്തരം സംസ്ഥാനം ഉള്ളത് എഴുതി. നമുക്കതൊക്കെയാണ് ന്യായീകരണങ്ങൾ. ഒരിക്കലും എഴുതരുത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരൊറ്റ റോളേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തോളുക. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മറക്കാതിരിക്കുക. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നതാര്? ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ദി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആർ സെറ്റിൽഡ് ബൈ ഹൂം എന്നാണ് ചോദ്യം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നതാര്? അത് സുപ്രീം കോടതിയാണ്. ഒരു സംശയവും വേണ്ട. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്, മറക്കരുത് സുഹൃത്തുക്കളെ. അങ്ങനെയാണെങ്കിൽ ഒരു ചാർട്ട് നിങ്ങളുടെ മനസ്സിലിട്ടോളുക. ഞാൻ പറയാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന ഗവർണറുടെ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മത്സരിക്കാൻ വേണ്ട പ്രായപരിധി ഒന്ന് തന്നെയാണ്, 35 വയസ്സ്. ഒന്നുകൂടി മനസ്സിലിട്ടോളുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സംസ്ഥാന ഗവർണർ 35 വയസ്സ്. ഇനി രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി, PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണത്. രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സ്. അവിടെ ഒന്നുകൂടി നിങ്ങൾ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും. രാജ്യസഭാ അംഗമാകുന്നതിനോ സംസ്ഥാന കൗൺസിൽ അംഗമാകുന്നതിനോ 30 വയസ്സ് തികഞ്ഞിരിക്കണം. അതെന്താണ് സംസ്ഥാന കൗൺസിൽ? ചില സംസ്ഥാനങ്ങൾക്ക് ബൈക്യാമറലിസം അഥവാ ദ്വിമണ്ഡല സമ്പ്രദായം ഉള്ളത് നിങ്ങൾക്കറിയാം. കേരളത്തിൽ ഒരു നിയമസഭ മാത്രമേ ഉള്ളൂ, സംസ്ഥാന നിയമസഭ. അവിടെ ബൈക്യാമറലിസം അല്ല, ശരിക്കത് ഏകമണ്ഡല സംവിധാനമാണ്, യൂണിക്യാമറലിസമാണ് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലുള്ളത്. അതുകൊണ്ട് അവിടെ നമ്മൾ നിയമസഭ എന്നേ പറയുള്ളൂ. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സംവിധാനമുണ്ട്, സംസ്ഥാന കൗൺസിലുമുണ്ട്, സംസ്ഥാന നിയമസഭയുണ്ട്. ആ ഉപരിസഭ എന്നറിയപ്പെടുന്ന സംസ്ഥാന കൗൺസിൽ അംഗമാകണമെങ്കിൽ
നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ ആയ രാജ്യസഭയിലെ അംഗമാകുന്ന അതേ പ്രായപരിധിയാണ് 30 വയസ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ രാജ്യസഭ അംഗമാകണമെങ്കിലോ സംസ്ഥാന കൗൺസിൽ അംഗമാകണമെങ്കിലോ 30 വയസ്സ്. ഇനി ലോകസഭാ അംഗമാകണമെങ്കിലോ സംസ്ഥാന നിയമസഭാ അംഗമാകണമെങ്കിലോ 25 വയസ്സ്. ഇനി ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അംഗമാകണമെങ്കിൽ 21 വയസ്സ്. ഇതൊരു ചാർട്ടായിട്ട് മനസ്സിട്ടുകൊള്ളുക. 1 മാർക്ക് അതിനകത്തുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഓർത്തുകൊള്ളുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യം PSC ചോദിച്ചു, അതുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര? ഒരു സംശയവും വേണ്ട, ആർക്ക് പ്രധാനമന്ത്രിയാകാം? നമ്മളിപ്പം പറഞ്ഞതിൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ടല്ലോ. അപ്പോൾ ലോകസഭാ അംഗമാകാനുള്ള പ്രായപരിധി എത്ര? 25 വയസ്സ്. അപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിയാകാനുള്ള പ്രായപരിധി എത്ര? 25 വയസ്സ്. അതുതന്നെയാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാകാനുള്ള പ്രായപരിധി. ഇനി മാറ്റി ചോദിക്കും, സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര? 25 വയസ്സ്. എന്തുകൊണ്ട്? സംസ്ഥാന നിയമസഭ അംഗമാകാൻ വേണ്ട പ്രായപരിധി അത് തന്നെയാണ്. മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് അതിനോടൊപ്പം പഠിച്ചു വെച്ചോളുക. അപ്പം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ വന്നത്. അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 54-ാം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ പറയേണ്ടത് പാർലമെൻറ്റിലെ 2 സഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഹു ക്യാൻ ഇലക്ട് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആൻ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അപ്പോൾ അവിടെ അടിവരയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇലക്റ്റഡ് മെമ്പേഴ്സ്. അതിനർത്ഥം എന്താണ്? നോമിനേറ്റഡ് മെമ്പേഴ്സിന്, അതായത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നോമിനേറ്റഡ് മെമ്പേഴ്സ് പാർലമെൻറ്റിൽ 12 പേരേ ഉള്ളൂ, രാജ്യസഭയിൽ മാത്രമേ ഉള്ളൂ എന്നറിയാം. ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി മുമ്പ് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. 2020 104-ാം ഭേദഗതിയിലൂടെ ആ ഏർപ്പാട് അവസാനിപ്പിച്ചു. നിങ്ങളതൊക്കെ മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായി പഠിക്കാം. എങ്കിലും ഇതെല്ലാം ഓർത്തു വെച്ചോളുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 104-ാം ഭേദഗതി 2002. വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പാർലമെൻറ്റിലെ 2 സഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സുഹൃത്തുക്കളെ, അപ്പോഴും ഓർത്തോളുക, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ആർക്കൊക്കെ അവകാശമില്ല? തീർച്ചയായിട്ടും നമ്മുടെ നോമിനേറ്റഡ് മെമ്പേഴ്സിന് അവകാശമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ യൂണിയൻ ടെറിട്ടറി, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എല്ലാ അംഗങ്ങൾക്കും അതിനുള്ള അവകാശമില്ല. പക്ഷെ ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അംഗങ്ങൾക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ. ഇപ്പോൾ ഏതൊക്കെയാണ് അങ്ങനെ? ഇപ്പോൾ നമുക്ക് അറിയാം, സംസ്ഥാന നിയമസഭകൾ രൂപീകരിക്കാൻ അവകാശമുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിലുള്ളത്. 2 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒന്നുകൂടി വന്നു. പക്ഷേ അവിടെ നിയമസഭ ആയിട്ടില്ല. ഇനി ആകാം. ഏത്? ജമ്മു കാശ്മീർ. അതിനു മുമ്പ് ഡൽഹിയും പുതുച്ചേരിയും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കൂടി, ഞാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ അംഗങ്ങളെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുത്തിയ ഒരു ഭരണഘടനാ ഭേദഗതിയുണ്ട്. ഏതാണെന്നറിയോ? 70-ാം ഭരണഘടനാ ഭേദഗതി 1991. വിച്ച് അമെൻമെൻറ്റ് ആക്ട് പ്രൊവൈഡഡ് ഫോർ ദി ഇൻക്ലൂഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് legislative assemblies of Delhi and Puducherry in the electoral college for presidential election എന്ന് ചോദിച്ചാൽ 70th Amendment Act of 1991. മറക്കരുത്,
അപ്പോൾ എന്താണ് ആ വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയും കൂടി ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞു പോയതാണ്. പക്ഷെ അത് ഓർത്ത് വെച്ചോളുക. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമസഭാംഗങ്ങളെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 1992 എന്താണ് 70ാം ഭരണഘടനാ ഭേദഗതി. ഇനി നോക്കാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട 70ാം ഭേദഗതി പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. തൊട്ട് മുമ്പിലത്തുള്ളൊരു ഭേദഗതിയും കൂടെ പഠിച്ചാൽ നന്നായിരിക്കും. 69ാം ഭേദഗതി 1991. 69ാം ഭേദഗതിയിൽ എന്താ പറയുന്നത്? കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിക്ക് തലസ്ഥാന നഗര പദവി നൽകിയ ഭേദഗതിയാണ്. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിക്ക് തലസ്ഥാന നഗര പദവി നൽകിയ ഭേദഗതി ഏത്? 69ാം ഭേദഗതി 1991. മറക്കരുത്. ഈ 2 ഭേദഗതികൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ രാഷ്ട്രപതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇതൊക്കെ ഇടയ്ക്ക് കയറി പറയുന്നത്, ഞങ്ങളെ ശല്യപ്പെടുത്താൻ എന്ന് വിചാരിച്ച് കളയരുത് കേട്ടോ. നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് കണക്ട് ചെയ്ത് ഞാൻ അതുകൂടി പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട 2 അമെൻമെൻറ്റ് കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കൂ, 55ാം വകുപ്പിലേക്ക് വരാം. മെത്തേഡ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം നമ്മൾ പറഞ്ഞു 54 എന്ന് പറഞ്ഞു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 55. എന്താണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതി? അത് ഏറ്റവും നല്ലതായി ഇംഗ്ലീഷ് വാക്കുകളിൽ അങ്ങ് പറയുകയാണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല എന്ന് എനിക്കറിയാം. മലയാളത്തിൽ ഞാൻ പറയാം. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഏക വോട്ട്, അതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു പ്രതിനിധാനം ചെയ്യുന്ന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് മൂല്യം നിശ്ചയിക്കുന്ന ഏർപ്പാടിനാണ് ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ ഒരു MLA-യുടെയും കേരളത്തിലെ ഒരു MLA-യും അവരുടെ 2 പേരുടെയും വോട്ടിൻ്റെ മൂല്യം ഒന്നാകണമെന്നില്ല, ഒന്നല്ല. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളിൻ്റെ വോട്ട് മൂല്യം കൂടും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് വോട്ടിൻ്റെ മൂല്യം കണക്കാക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അത് നമുക്ക് പറയാം, പിന്നീട് നമുക്ക് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. പാർലമെൻറ്റ് എടുക്കുമ്പോൾ ഞാനത് വിശദീകരിച്ച് പറയാം. ഇപ്പം നിങ്ങൾ തൽക്കാലം ഈ ഒരു സെൻറ്റൻസ് മാത്രം പഠിച്ചുകൊള്ളുക. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതി എന്ത്? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഏക വോട്ട് എന്ന് തൽക്കാലം ഓർത്തുകൊള്ളുക. ഇനി നമുക്ക് നോക്കാം 56ാം വകുപ്പ്. 55 വരെ നമ്മൾ പറഞ്ഞു. 57 ഒന്നും വേണ്ട, 56 നമുക്ക് പറയാം. 56 കാലാവധി. രാഷ്ട്രപതിയുടെ കാലാവധി എത്ര? രാഷ്ട്രപതിയുടെ കാലാവധി എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 5 വർഷം അല്ലേ? ഓരോ 5 വർഷം കഴിയുമ്പോഴാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ? അപ്പോൾ രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിക്ക് എത്ര തവണ ഇന്ത്യയുടെ രാഷ്ട്രപതി ആകാം എന്ന് ചോദിച്ചാൽ എത്ര തവണ വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രപതിയുടെ കുറഞ്ഞ പ്രായപരിധി 35 എന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രപതിയുടെ പരമാവധി പ്രായപരിധി, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പരമാവധി പ്രായപരിധി എത്ര? പലരും 60, 65, 70 ഒക്കെ എഴുതി വയ്ക്കും. തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പരമാവധി പ്രായപരിധി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി പ്രായപരിധി ഇല്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി. എത്ര വയസ്സ് വരെ വേണമെങ്കിലും അദ്ദേഹത്തിന്, എത്ര വയസ്സുള്ള ഒരു വ്യക്തിക്ക് വേണമെങ്കിലും രാഷ്ട്രപതിയാകാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എല്ലാം സെയിം തന്നെയാണ്. ഇവരുടെ എല്ലാം മിനിമം പ്രായമാണ് 35, പരമാവധി പ്രായപരിധി ഇല്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് രാഷ്ട്രപതിക്ക് എത്ര തവണ രാഷ്ട്രപതിയാകാം, എത്ര തവണ വേണോ രാഷ്ട്രപതിയാകാം. പക്ഷേ അവിടെ ഓർക്കണം, ഹി ഷുഡ് ബി റീ ഇലക്റ്റഡ് എവറി 5 ഇയർ. ഓരോ 5 വർഷം കൂടുമ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ എത്ര കാലം വേണമോ ഒരു വ്യക്തിക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാം. ക്ലിയർ ആയല്ലോ അത്? ഇനി നോക്കൂ, 57 റീ എലിജിബിലിറ്റിയെക്കുറിച്ച് പറയുന്നതാണത്, ചോദിക്കാറില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. 58ാം വകുപ്പിലേക്ക് വരാം. 58 രാഷ്ട്രപതിയുടെ യോഗ്യതകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ്. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ. അവിടെ ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിക്കണം. ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? സുഹൃത്തുക്കളെ ഓർക്കുക, ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ പ്രത്യേകിച്ചൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷനോ
ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആർക്ക് വേണോ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാം. ആ ക്വാളിറ്റീസ്, ആ ക്വാളിഫിക്കേഷൻ ഞാനൊന്ന് പറയാം. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷനുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് തോന്നും നമുക്ക് ആർക്കും രാഷ്ട്രപതിയാകാമെന്ന്. എന്താണ്? ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. 2, 35 വയസ്സ് തികഞ്ഞിരിക്കണം. ഹി ഷുഡ് ഹാവ് അറ്റൈൻ ദി ഏജ് ഓഫ് 35 years. അടുത്ത് പറയുന്നത് ലോകസഭാ അംഗമാകാനുള്ള യോഗ്യതയുണ്ടായിരിക്കണം. ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ. 4, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ശമ്പളം പറ്റുന്ന മറ്റ് ജോലി ചെയ്യുന്ന വ്യക്തിയാകരുത്. ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. മനസ്സിലാകുന്നുള്ളൂ? അതായത് ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകരുത്. ശമ്പളം പറ്റി മറ്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകരുത്. രാഷ്ട്രപതിക്ക് ശമ്പളമുണ്ട്, അത് വേറെ കാര്യം. ശമ്പളം പറ്റി മറ്റ് ജോലി ചെയ്യുന്ന വ്യക്തിയാകരുത് രാഷ്ട്രപതി. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ ശമ്പളം പറ്റി ജോലി ചെയ്തിരുന്ന വ്യക്തികൾക്കൊക്കെ ആകാം. നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് രാഷ്ട്രപതിമാർ മറ്റ് പദവികൾ, ഒരുപാട് ജോലികൾ ചെയ്തിട്ട്. അപ്പം നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വലിയ മഹാനായ രാഷ്ട്രപതിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ISROയുടെ ഒക്കെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ പല ആൾക്കാരും വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളവരാണ്. അപ്പം നിലവിൽ രാഷ്ട്രപതി ആകുമ്പോൾ മറ്റൊരു ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് തികഞ്ഞിരിക്കണം, ലോകസഭാ അംഗമാകാനുള്ള യോഗ്യത, ലോകസഭ അംഗമായിരിക്കണമെന്ന് പറഞ്ഞു കളയരുത്, ലോകസഭാ അംഗമാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, ശമ്പളം പറ്റി മറ്റ് ജോലി ചെയ്യുന്ന വ്യക്തിയാകരുത്. ഓക്കെ ആണല്ലോ? 58 ക്ലിയറായി. 60 രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ്. ഓത്ത് ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ്. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 60-ാം വകുപ്പ്. അവിടെ ഒരു ചോദ്യമുണ്ട്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര്? വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര് എന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. തിരിച്ചും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര്? അത് രാഷ്ട്രപതിയുമാണ്. അപ്പോൾ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര്? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് എന്ന് ഓർക്കുക. ഇനി 61 ഏറ്റവും പ്രധാനപ്പെട്ട ചുരുക്കം ചില വകുപ്പുകളിൽ ഒന്നാണ് 61-ാം വകുപ്പ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 61. ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ് ആർ സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 61 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 61-ാം വകുപ്പ് ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നുള്ള നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തുന്നത്. എന്താ ഇംപീച്ച്മെൻറ്റ്? രാഷ്ട്രപതിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയുടെ പേരാണ് ഇംപീച്ച്മെൻറ്റ്. റിമൂവൽ ഓഫ് പ്രസിഡന്റ് ഫ്രം ഹിസ് ഓഫീസ് ഈസ് കോൾഡ് ഇംപീച്ച്മെൻറ്റ്. അത് ഞാൻ കൂടുതൽ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതൊരു കുഞ്ഞ് ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ഇംപീച്ച്മെൻറ്റ്. അവിടെ നമ്മൾ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം നിങ്ങൾ ഈ വകുപ്പ് മാത്രം, ആർട്ടിക്കിൾ മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 61 എന്ന് ഓർക്കുക. ഇനി 72 വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 72-ാം വകുപ്പ്. അതായത് പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ്, അല്ലെങ്കിൽ പവർ ഓഫ് പ്രസിഡന്റ് ടു അബോളിഷ് ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ ഇളവ് ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്നൊക്കെ പറയുന്ന എന്നൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വകുപ്പാണ് 72-ാം വകുപ്പ്. വധശിക്ഷ ഇളവ് ചെയ്യാൻ അഥവാ പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. പൊതുമാപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തിയുടെ ആ വധശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്തു കൊടുക്കാൻ രാഷ്ട്രപതിക്ക് കഴിയും. അതുകൊണ്ടാണ് സുപ്രീം കോടതിയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആൾക്കാർ പലപ്പോഴും ദയാഹർജിയുമായി രാഷ്ട്രപതിയുടെ മുമ്പിലെത്തുന്നത്. അതിനർത്ഥം സുപ്രീം കോടതി ആരെയൊക്കെ തൂക്കിക്കൊല്ലാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതികൾ വിധിച്ചത്, ഇപ്പോൾ കീഴ്ക്കോടതിയാണല്ലോ, പിന്നെ സെഷൻ കോടതി, അപ്പോൾ കീഴ്ക്കോടതിയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലാനൊക്കെ ആദ്യം വിധിക്കുന്നത്. അതിനൊക്കെ ശരിവെച്ച് സുപ്രീം കോടതി അംഗീകാരം കിട്ടിയാലും അതിനെ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് അത് ഇളവ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പം നിങ്ങൾ ഓർക്കണം, എപ്പോഴൊക്കെ സുപ്രീം കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ അതിന് 72-ാം വകുപ്പുമായിട്ട് രാഷ്ട്രപതി ഇടങ്കോലിടാൻ വരുമെന്നല്ല ഇതിനർത്ഥം.
അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യങ്ങൾ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇളവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവിടെ ഒരു ചോദ്യം കൂടെ നിങ്ങൾ ഓർക്കണം. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊതുമാപ്പ് നൽകിയ രാഷ്ട്രപതി ആരാണ്? അത് പ്രതിഭ പാട്ടീലാണ്. ഏറ്റവും കൂടുതൽ പൊതുമാപ്പ് നൽകിയ ഇന്ത്യൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ, ഓർത്തുകൊള്ളുക. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആർട്ടിക്കിളാണ്, ഒരു ഫാൻസി നമ്പറാണ് 111. നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വളരെ വളരെ എളുപ്പമായിട്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 111. രാഷ്ട്രപതിയുടെ വീറ്റോ പവറിനെ കുറിച്ച്, വീറ്റോ അധികാരങ്ങൾ, അതും ഒരു കുഞ്ഞു ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ ഒക്കെ നമ്മൾ പഠിക്കും. അവിടെ ഇപ്പം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത് വിശാലമായി നമ്മൾ പറയേണ്ടുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണെങ്കിലും വിശദമായി അത് ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പം നിങ്ങൾ ഓർക്കുക, രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111, 111. സുഹൃത്തുക്കളെ, അടുത്തതും ഒരു ഫാൻസി നമ്പറല്ലേ, 1, 2, 3, 1, 2, 3. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, ഓർഡിനൻസ് മേക്കിംഗ് പവർ, ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ദി പ്രസിഡന്റ്. രാഷ്ട്രപതിയുടെ പാർലമെൻറ്റിലെ അധികാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക എന്നത്. അതും ഒരു പ്രത്യേക ടോപ്പിക്കാണ് ഓർഡിനൻസ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പം ഞാൻ പറയുന്നില്ല, അത് ഓർഡിനൻസ് എടുക്കുമ്പോൾ വിശദമായി പറയാം. പക്ഷേ ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ ഈ 1, 2, 3 എന്നുള്ളത് ആ 2 ആദ്യം എടുത്തിട്ടാൽ 213, 213 ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന വകുപ്പായി മാറി. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വെച്ചുകൊള്ളുക. 1, 2, 3 അല്ലെങ്കിൽ 123 രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന വകുപ്പാണ്. അതിൻ്റെ 2 എടുത്ത് ആദ്യം ഇട്ടാൽ 213, 213 വകുപ്പ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന വകുപ്പായി മാറും. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വെച്ചുകൊള്ളുക, മറക്കാതിരിക്കുക. ഇനി നോക്കൂ, ഒരു ആർട്ടിക്കിൾ കൂടി നമുക്കിവിടെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ആർട്ടിക്കിൾ 143, 143 വകുപ്പ്. 143 വകുപ്പ് എന്ന് പറയുന്നത് എന്താണ്? 143 വകുപ്പ് അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഇത് സുപ്രീം കോടതിയുടെ കൂടെ ഒരു അധികാരമാണ്. അഡ്വൈസറി പവർ, രാഷ്ട്രപതിക്ക് ഉപദേശങ്ങൾ നൽകാനുള്ള ഉപദേശാധികാരം സുപ്രീം കോടതിക്കുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ, നിയമകാര്യങ്ങളിൽ ചില ഉപദേശങ്ങൾ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ആവശ്യപ്പെടാം. സുപ്രീം കോടതി അത് നൽകും. അതാണ് ഏതിൽ പറയുന്നത്? 140 സുപ്രീം കോടതി 143 സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് നമ്മൾ 143. സുഹൃത്തുക്കളെ, 12 ആർട്ടിക്കിളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒരു ഡസൻ ആർട്ടിക്കിളിലൂടെ രാഷ്ട്രപതിയെക്കുറിച്ച് ചെറിയൊരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 52, 53, 54, 55, 56, 58, 60, 61, 72, 111, 123, 143 ഇങ്ങനെ നമ്മൾ 12 ആർട്ടിക്കിളുകളിലൂടെ രാഷ്ട്രപതിയെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ അറിവ് നിങ്ങൾക്ക് ലഭ്യമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. രാഷ്ട്രപതി എന്ന ടോപ്പിക്ക് തീർന്നു എന്ന് വെച്ചാൽ തീരില്ല. കാരണം അതൊരു വലിയ ഏരിയയാണ്. ഇനി നമ്മൾ ഓർഡിനൻസ്, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ, അതുപോലെ രാഷ്ട്രപതിയുടെ വീറ്റോ പവർ, രാഷ്ട്രപതി വിളിച്ചു കൂട്ടുന്ന ജോയിൻറ്റ് സിറ്റിംഗ്, ഇതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ഓരോ ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുണ്ട്. രാഷ്ട്രപതിയുടെ പവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 7 അധികാരങ്ങൾ തന്നെ നമ്മൾ വളരെ വ്യക്തമായി പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അതിലേക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓരോ നിമിഷവും വാല്യുബിളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഡോക്സ്റ്റായുടെ ക്ലാസ്സുകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടെ ജന്മാവകാശമാണെന്ന തിരിച്ചറിവോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.